മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ മേപ്പാടി പഞ്ചായത്തിന്റെ ഭൂപടത്തിൽ ഇത്തവണ മുണ്ടക്കൈ എന്ന വാർഡില്ല. മഹാദുരന്തം കവർന്ന മുണ്ടക്കൈയിലെ സ്കൂളും വീടും എല്ലാം ഇന്ന് കാട് മൂടിക്കിടപ്പാണ്. മുണ്ടക്കൈയും ചൂരൽമലയും ചേർത്ത് ഇന്ന് ഒരു വാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ജീവിതത്തിൽ നിറമുള്ള ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി കടന്നുപോയ നിരവധി മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി വരുമ്പോൾ കഴിഞ്ഞ തവണ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വോട്ട് ചെയ്ത നിരവധി പേർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇനി വോട്ട് ചെയ്യാൻ അവരെത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉള്ളുലക്കുന്ന വേദനയായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം വന്നാൽ നാട്ടുവഴികളെല്ലാം തന്നെ കൊടിതോരണങ്ങൾ കൊണ്ട് നിറയും. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം വരെ ഉത്സവമായി ആഘോഷിച്ച മുണ്ടക്കൈയിൽ നിന്ന് മൂകത മാത്രമാണ് ബാക്കിയാകുന്നത്. ഒരുമിച്ച് കൂടിയ ഇടങ്ങളിലെല്ലാം കാട് മൂടി തുടങ്ങി. മുന്നണികളെ നയിച്ച നേതാക്കളിൽ പലരും ഇന്ന് കൂടെയില്ല. ഈ മണ്ണിൽ ബാക്കിയായ ജനത ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ജീവിതം കരുപിടിപ്പിക്കുകയാണ്. ഉത്സവം പോലെയാണ് ഒരു തെരഞ്ഞെടുപ്പ്. കാരണം എല്ലാവരും പരസ്പരം എല്ലാവരും കാണാം. എല്ലാവരും ഇലക്ഷന് എല്ലാവരും ആ ചെറിയ മുണ്ടക്കൈ ഒരു ടൗൺ ആകുമ്പോൾ എല്ലാവരും 11 വാർഡ് എല്ലാവരും അവിടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ട് ചെയ്യുക നമുക്ക് ചെയ്യണേ. അപ്പോൾ അതൊരു ഭയങ്കര രസമാണ്. രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ വേറൊരു ലെവൽ ചിന്തിക്കാതെ അതൊരു ആഘോഷമായിട്ടായിരുന്നു അവിടെ അന്ന് നടന്നുകൊണ്ടിരുന്നത്. പോളിംഗ് ബൂത്തായിരുന്ന വിദ്യാലയവും ദുരന്തത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുകയാണ്. വാർഡുകളുടെ പുനർനിർണയത്തോടെ മുണ്ടക്കൈയും ചൂരൽമലയും ഇപ്പോൾ ഒറ്റ വാർഡായി. ഇത്തവണ പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത് ചൂരൽമലയിലാണ്. ദുരന്തബാധിതർ സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും വീടുകളിലേക്ക് മാറുന്നതോടെ ഇവരുടെ വോട്ടും പലയിടങ്ങളിലേക്കായി മാറും. ഒരു ജനതയ്ക്ക് അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്ന വിദ്യാലയമുറ്റത്തിന്ന് മൂകത തളം കെട്ടി നിൽക്കുകയാണ്. നിരവധി തിരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷിയായ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിൽ ഇത്തവണ വോട്ട് ചെയ്യാൻ ആരുമെത്തില്ല. മുണ്ടക്കൈയും ചൂരൽമലയും ഒരു വാർഡായിട്ടാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1, വയനാട്.